കൃഷി നമ്മൾ സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. കൊക്കോ ഉണ്ട്, ജാതി ഉണ്ട്, മറ്റേ കമുകിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം. കമുകിൻ തെങ്ങിൻ്റെ ഇടയ്ക്കാണ് മുഴുവൻ കൃഷി ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് തനിവിളയായിട്ട് ഒരു കൃഷിയും ചെയ്തിട്ടില്ല. സമ്മിശ്ര കൃഷി ലാഭം ആവുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കമുക് മാത്രമേ ഉണ്ടാകുന്നത്. കമുകിന് കായില്ലെങ്കിൽ ഇതും കിട്ടില്ല. ഇപ്പം കമുകിൻ്റെ ഇടയ്ക്ക് ഇപ്പം ജാതി ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കൊക്കോ ഉണ്ട്, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ കൃഷിയാണ്. ജോയിച്ചേട്ടൻ എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ കാടയിൽ മാത്രം ഒതുക്കി ഇതാ ഉണ്ടോ കൊക്കോ. അതിൻ്റെ ബീൻസ് പൊട്ടിച്ച് അതിനകത്ത് വിത്ത് എടുത്തിട്ട് ഉണങ്ങായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പാലാവിൽ എന്ന കിഴക്കൻ മലയോര ഗ്രാമത്തിലാണ്. അവിടെ സമ്മിശ്ര കൃഷിയിലൂടെ ഒരു പേരും പ്രശസ്തിയും നേടിയ ഒരു സാറുണ്ട്. സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ജോയ് സാറെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോയ് സാറല്ല, ജോയ് ചേട്ടൻ. ജോയ് ചേട്ടൻ സാറിനെ വിളിക്കണം, നമ്മളങ്ങനെ വിളിച്ച് ശേഷം. അപ്പോൾ ജോയ് ചേട്ടാ, പാരമ്പര്യമായ കൃഷിയിലൂടെ കടന്നു വന്ന ഒരു ചേട്ടനാണ്. എല്ലാ കൃഷികളും ഉണ്ട്, ഒന്നൊന്നല്ല. നിങ്ങൾ അതിൻ്റെ ഈ പുരയിടം കണ്ടാൽ മനസ്സിലാകും. അതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. ഇപ്പം കോഴിയൊക്കെ, നാടൻ കോഴി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നിർത്തിയില്ലേ കോഴിയൊക്കെ. ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈന്താണ് കേട്ടോ. ഇതൊക്കെ അപൂർവമായിട്ട് കാണുന്നതാണ്. നമ്മുടെ എന്നതാ ഈന്തെന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൻ്റെതൊക്കെ ചിലത് ഇത് പുഴുങ്ങി അതെങ്ങനെ ഇത് പൊട്ടിച്ച് പഴുത്ത് കഴിയുമ്പോൾ നടുവേ പൊട്ടിച്ചിട്ട് അത് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട്, വെയിലത്തോ എവിടെയും വെച്ച് ഉണങ്ങിയിട്ട് പൊടിച്ച് നമ്മൾ പലഹാരങ്ങൾ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ല ഇത് ഔഷധ ഗുണമുള്ള സാധനമാണ് ഈന്ത് പൊടി. ഈന്ത് വെച്ചാൽ നമ്മളത് ഉണക്കി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാനും പലഹാരം ഉണ്ടാക്കാനൊക്കെ വളരെ അത്യുത്തമമാണ്. പണ്ട് നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ കാരണവന്മാർ ഈ പട്ടീൻ്റെ കാലത്തൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ പന അരിഞ്ഞ് ഉണക്കി പൊടിച്ചെടുക്കുക. അതിൽ ഈന്ത്, ഇതൊക്കെ പണ്ട് പഴമക്കാർ ഉപയോഗിച്ചിരുന്നതാണ്. വളരെ പിന്നെ പ്രോട്ടീനായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. പക്ഷെ ഇപ്പോൾ ആരും അത് ഉപയോഗിക്കുന്നില്ല. കാരണം ഇതൊക്കെ കുറച്ച് പ്രോസസ്സിങ് ഒക്കെ ഇച്ചിരി പീരുണ്ട്. ഈന്തപ്പനയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. അതാണ് ഇത് പലരും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈന്ത്. പിന്നെ കൊക്കോയുണ്ട്, റബ്ബറുണ്ട്, ഇല്ലാത്തൊന്നുമില്ല അല്ലേ. കൊക്കോ പാകമായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അടുത്തത് കാണുന്നത് ജാതിയാണ്. ജാതിക്ക ഈ വർഷം വളരെ ഉൽപ്പാദനം കുറവാണ്. ചൂട് കൂടുതലായ കാരണം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 40 മുതൽ 50 ഡിഗ്രി വരെ ചൂട് നമ്മുടെ കാലാവസ്ഥ എത്തിയിട്ടുണ്ട്. അല്ല, നല്ല വലിപ്പമുള്ള കായ്കളാണ് ജാതിക്ക. നല്ല രീതിയിൽ കുറേ ജാതി മരമുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുരയിടത്തിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അതൊക്കെ ആര് ഹോം സ്റ്റേ കൊണ്ടൊക്കെ ജോയ് ചേട്ടൻ അടിച്ചു പൊളിച്ച് പോകുന്നത്. കാരണം ആര് വന്നാലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭൂപ്രകൃതിയാണ്. എല്ലാം ഉണ്ട്, വാഴയുണ്ട്. അപ്പോൾ ജാതിക്ക കണ്ടോ നല്ല നിറച്ച് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാത്തലും ഇല്ല, ഈ വർഷം വളരെ കുറവാണ്. അതുകൊണ്ട് കണ്ടോ നല്ല വലിപ്പമുള്ള കായ്കളാണ്. നല്ല കായുണ്ട്. നല്ല വലിപ്പമുള്ള കായ്കളാണ് ആണ് ജാതിക്ക. അപ്പോൾ ജോയ് ചേട്ടാ, ഒന്ന് നമ്മുടെ ഈ ഇതിനെപ്പറ്റി കൃഷിയെപ്പറ്റി ഒന്ന് പറഞ്ഞേ. കൃഷി നമ്മൾ സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. കൊക്കോ ഉണ്ട്, ജാതി ഉണ്ട്, മറ്റേ കമുകിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം. കമുകിൻ തെങ്ങിൻ്റെ ഇടയ്ക്കാണ് മുഴുവൻ കൃഷി ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് തനിവിളയായിട്ട് ഒരു കൃഷിയും ചെയ്തിട്ടില്ല. എല്ലാം മിക്സഡ് കൃഷിയാണ്. അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട്, അബിയുണ്ട്, മാംഗോസുണ്ട്, റംബൂട്ടാനുണ്ട്, മറ്റേ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മറ്റേ മുള്ളാത്ത, അങ്ങനത്തെ എല്ലാ ഐറ്റം ഫ്രൂട്ട്സ് ഐറ്റം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സമ്മിശ്ര കൃഷി ചെയ്തിട്ട് കൃഷി എങ്ങനെ ലാഭകരമാണോ? സമ്മിശ്ര കൃഷി ലാഭകരം ആവുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കമുക് മാത്രമേ ഉണ്ടാകുന്നത്. കമുകിന് കായില്ലെങ്കിൽ ഇതും കിട്ടില്ല. ഇപ്പം കമുകിൻ്റെ ഇടയ്ക്ക് ഇപ്പം ജാതി ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കൊക്കോ ഉണ്ട്, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ കൃഷിയുണ്ട്. സമ്മിശ്ര കൃഷിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ജലസേചനമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ജലസേചനം പഴയ അടിക്കും. ഇപ്പം വെള്ളം പറ്റിയിട്ടാണ് ആൾ, അതുകൊണ്ട് ഇച്ചിരി ക്ഷീണം വന്നിരിക്കുന്നത്. പഴയ വെള്ളം പറ്റി അടിക്കാൻ കിട്ടുന്നില്ല. കുളവും മറ്റേ കുളമുണ്ട്, പക്ഷേ അതിന് ഇതിൽ അടിക്കാൻ കിട്ടും, വെള്ളം കിട്ടില്ല നനയ്ക്കാൻ. നമ്മളെ മറ്റേ 10 HP മോട്ടറാണ് നമ്മൾ നനയ്ക്കുന്നത്. അപ്പോൾ അത് ഇപ്പം മറ്റേതിന് കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ മൊത്തം സ്പ്രിങ്ക്ലർ കൊടുത്തിരിക്കുന്ന. അപ്പോൾ ദൗർബല്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. പിന്നെ അന്ന് കഴിഞ്ഞ ദിവസം ഒരു മഴ കിട്ടിയതിൻ്റെ പേര് മാത്രം ഇങ്ങനെ വിസാറായി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം കൂടെ കരിഞ്ഞുണങ്ങി പോയേനെ. കൊക്കോ ഉണ്ട് നന്നായിട്ടല്ലേ? കൊക്കോ എനിക്ക് 350 ചൂട് കൊക്കോ ഉണ്ട്. കൊക്കോ എങ്ങനെ ലാഭകരമാണോ? കൊക്കോ ഇപ്പം ലാഭകരം. ഇപ്പം 100 രൂപയ്ക്കാണ് നമ്മൾ ഇതെടുക്കുന്നത്.
ഞങ്ങൾ ഓർഗാനിക് ഫെയർ ട്രേഡ് എന്ന് പറഞ്ഞ ഒരു സംഘടന വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അവരിപ്പോൾ ഇന്ന് വണ്ടി വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇന്ന് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന പറിച്ച് ഉണങ്ങി. ഇനിയിപ്പോൾ അവരെല്ലാ ആഴ്ചയിലും വരും. പിന്നെ പച്ച ബീൻസായിട്ട് എടുക്കുവാണ്, അല്ലെങ്കിൽ ബീൻസായിട്ട് എടുക്കും. അപ്പോൾ അത് ബീൻസായിട്ട് എടുക്കുമ്പോൾ പൊട്ടിക്കാണ്ട് പൊട്ടിച്ചിട്ട് തൊണ്ട് കളഞ്ഞിട്ട് കായം. അതല്ല അതിന് ഇപ്പോൾ കിലോയ്ക്ക് 100 രൂപ വരെ. അവരുടെ വില 100, ഞങ്ങൾക്ക് 15 രൂപ അഡീഷണൽ കിട്ടും. 115 നമുക്ക് കിട്ടും ഓർഗാനിക് ആയതുകൊണ്ട്. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോയിച്ചേട്ടൻ ചെയ്യുന്ന എല്ലാം ഓർഗാനിക് കേട്ടോ. സ്വന്തമായിട്ട് വളങ്ങളൊക്കെ പലതും ഉണ്ടാക്കി പല കുറുക്കുബുദ്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ വേണം പറഞ്ഞു തരും ചോദിച്ചാൽ. അത് 25 വർഷമായിട്ട് ജൈവകൃഷിയാണ്. അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. സീസണ മഞ്ഞൾ ഒക്കെ കൃഷി ചെയ്തിട്ട് അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പാക്കറ്റാക്കി വിതരണം ചെയ്യാം. അപ്പം നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പല വഴികളിലൂടെ. അപ്പോൾ എല്ലാം ജൈവ രീതിയിലാണ് ജോയിച്ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അതറിയാം. അതിനകത്തെല്ലാം ചെയ്തിരിക്കും. കൊക്ക ഇപ്പോൾ ഇത് ഉണങ്ങുന്ന സംവിധാനമൊന്നുമില്ല. ഇല്ല, അത് നമ്മൾ മറ്റേ ഉണങ്ങാൻ ഇതുണ്ട്, സംവിധാനമുണ്ട്. ഉണ്ടല്ലേ, ഉണങ്ങാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കവുങ്ങിൻ്റെ മുകളിൽ ആദായം കമുക് ഇപ്പം ഈ കൊല്ലം കുറവാണ്. കഴിഞ്ഞ വർഷം ഈ ബാൻഡർ ഭയങ്കരമായിട്ട് ബാധിച്ചതിൻ്റെ പേരിൽ കമുക് കേടാണ്. അതുകൊണ്ടാണ്. തെങ്ങ് കുറവാണ് അല്ലേ? തെങ്ങുണ്ട്, തെങ്ങ് മുകളിലേക്കാണ്. തെങ്ങ് ഇത് സ്ഥലം കുറേ ഉണ്ടോ? ഇത് മൊത്തം 10 ഏക്കർ സ്ഥലമുണ്ട്. 10 ഏക്കർ സ്ഥലത്തിൻ്റെ പുരയിടത്തിൻ്റെ ഉടമസ്ഥനാണ് നിൽക്കുന്നത്. കണ്ടാൽ പറയുകയില്ല. പ്രായം മുടിയൊക്കെ നരച്ചതേ ഉള്ളൂ, പക്ഷെ പ്രായം അധികമൊന്നും ഇല്ല. 74 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു 90 വയസ്സിൻ്റെ ലുക്കുണ്ട്. ഞാൻ തമാശ പറഞ്ഞു. പക്ഷേ ഭയങ്കര കഠിനാധ്വാനിയാണ്. നമ്മൾ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഏത് സമയത്ത് നോക്കിയാലും കൃഷി അതിനനുബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും അറിവുകൾ പകർന്നു തരുന്നുണ്ട് ഇങ്ങനെ. കാരണം അത് ഇന്ന രീതിയിൽ ചെയ്യണം, അത് നമുക്കെപ്പോഴും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു ചെയ്യാൻ അതിപ്പോഴും നല്ല മനസ്സോടെ പറഞ്ഞു തരാനുള്ള ഒരു മനസ്സിനും കൂടെ ഉടമയാണ് ജോയിച്ചേട്ടൻ. അപ്പോൾ നമുക്ക് മറ്റുള്ള കൃഷികളൊക്കെ ഒന്ന് കാണാം. പെറ്റക്കൊടിയുണ്ട്, കടപ്ലാവ് വരെ ഉണ്ട്. അതെല്ലാം കുരുമുളകുണ്ട്. ഒരു ഇഞ്ച് ഭൂമി ഇതിനകത്ത് നമ്മൾ വെറുതെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാം അതിനകത്ത് നിന്ന് പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അച്ചാച്ചെറു എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇതിൽ കായ് വന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയും കായ് വന്നതായിട്ട് അറിവില്ല. കാരണം ഇത് പുതിയതായിട്ട് വന്ന ഒരു ഫ്രൂട്ടാണ് അച്ചാച്ചെറു എന്ന് പറഞ്ഞ്. ഇത് സ്റ്റാർ ഫ്രൂട്ട് ആണ്. കാരംബോള അങ്ങനെയൊക്കെ പറയപ്പെടുന്നതാണ്. ഇതിൻ്റെ പഴങ്ങൾ നല്ലതാണ്. കാരണം ഷുഗറുകാർക്ക് ഇതിൻ്റെ ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചാൽ നല്ലതാണ്. അച്ചാറിടാൻ നല്ലതാണ്. വൈൻ ഉണ്ടാക്കാൻ നല്ലതാണ്. പല രീതിയിൽ ഇതിൻ്റെ പഴം ഉപയോഗിക്കാറുണ്ട്. ചെറിയ മധുരമുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്രൂട്ടാണ്. അതുപോലെ കാണാൻ നമുക്ക് മുള്ളാത്തയുടെ മുകളിൽ കായ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇത്തലുണ്ട് കായ്, കണ്ട മുള്ളാത്ത. ഇത്ത കായ് ഉണ്ട്, 3-4 കായുണ്ട് മുള്ളാത്ത. ഇത് ഒരിടയ്ക്ക് ക്യാൻസറിന് നല്ല അതൊക്കെ ഭയങ്കര പ്രചാരണം ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ് മുള്ളാത്ത. മുള്ളാത്തയുടെ ഈ പഴം എന്ന് പറഞ്ഞാൽ അങ്ങനെ ടേസ്റ്റ് ആർക്കും അങ്ങനെ പിടിക്കത്തില്ല ചില സമയത്ത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇത് മൂക്കുന്നതിന് മുമ്പ് ഇത് പറിച്ചിട്ട് നല്ല അരിഞ്ഞ് നല്ല തോരൻ നല്ല വറവാക്കാനൊക്കെ നല്ല ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അല്ല മുള്ളാത്ത. റബ്ബർ മെഷീനൊക്കെ ഉണ്ടല്ലേ. നിറയെ കായ്ച്ചിരിക്കുന്ന റംബൂട്ടാൻ ഉണ്ടോ? പക്ഷെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് NIT വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. നിറയെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം പകുതി മൂപ്പായിട്ടുള്ളൂ. കിട്ടുമെന്ന് അറിയത്തില്ല മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ കണ്ടമാനം കായ് പൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? എല്ലാം താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ മാംഗോസ്റ്റിൻ നിറയെ പിടിച്ചിരിക്കുക. ഉണ്ടോ? നല്ല പഴമാണ് മാംഗോസ്റ്റിൻ്റെ പഴം. നല്ല ബ്രൗൺ നിറത്തിലായി കഴിഞ്ഞാൽ അത് പറിക്കാനാവും. ചെറിയ കുളമൊക്കെ ഉണ്ട്. അവിടെ വേറെ 2 കുളമുണ്ട്, ഒരു കുളം കൂടെ ഉണ്ട്. ഇത് ബേറാപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ആപ്പിൾ പോലെ ചെറിയ പച്ച കളറിലാണ്. ഒരു നല്ല വലിപ്പമൊക്കെ കിട്ടും. കാരണം ആപ്പിളിൻ്റെയൊക്കെ ടേസ്റ്റാണ്. ഇതിനൊക്കെ ഉള്ള ഇത് എന്ന് വെച്ചാൽ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനൊക്കെ മധുരം കുറയും. അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നല്ലോണം പഴം കിട്ടും. നല്ല മധുരമുള്ള പഴമാണ്. അതിൻ്റെ പേര അതൊന്നും കൊള്ളുകയല്ല. സ്വീറ്റ് സാന്തോൾ കൊള്ളുകയല്ലോ ഒന്നിനും. സാന്തോളിന് അത് കായ്ച്ചതാണോ? ഇല്ല, സാന്തോൾ. ഇത് സാന്തോൾ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട മരമാണ്. ഇത് കായ് വന്നില്ലെന്ന് പറഞ്ഞത്. അത് ചില കാലാവസ്ഥയിലൊന്നും പിടിക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ പരീക്ഷിച്ച് നോക്കുക. ഇത് ആകാശവെള്ളരി ഉണ്ട്. ഇത് കാ പിടിക്കുന്നില്ലേ ചേട്ടാ? നിറച്ച് പിടിക്കുന്ന ആകാശവെള്ളരി.
അതും നല്ല സാധനമാണ്. പാഷൻ ഫ്രൂട്ട് ഇല്ലാത്തൊന്നുമില്ല. ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നല്ല ചുവന്ന പാഷൻ ഫ്രൂട്ട് അതിൻ്റെ അകത്തുണ്ട്. ഇതാണ് പീനട്ട്. ഇതാണ് പീനട്ട് എന്ന് പറഞ്ഞ സാധനം. താഴെ നോനിപ്പഴമുണ്ട്. ആ നോനിയുണ്ട്. അതും ഈ ക്യാൻസറിന് പറ്റിയൊരു ഫ്രൂട്ടാണ് നോനി. ഒക്കെ ഉണ്ട്. ഇത് അച്ചാറിടാനും വൈനുണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. ഇത് ക്യാൻസറുകാർക്ക് വളരെ അത്യുത്തമമായ ഒരു ഔഷധമാണ്. ഇതിൻ്റെ നീരെടുത്ത് ഉപയോഗിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, അബിയു ഉണ്ട്. അബിയു അപ്പുറത്ത് നിൽക്കുന്നതാണ് അബിയു. അബിയു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴം നമ്മൾ സപ്പോട്ട പോലെയാണ്. അതിൻ്റെ കറയൊക്കെ ഉണ്ടാവും. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അബിയു നല്ല മഞ്ഞ കളറാവും. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറാവും. നല്ലൊരു കുളമുണ്ട് ഇതിനകത്ത്. ചോദിച്ചേട്ടാ എന്നതൊക്കെ മീനുള്ളത്? തിലോപ്പിയ മീനുണ്ട്. അതെങ്ങനെയാണ് എൻ്റെ ഒരു മീനെ നമ്മൾ വളർത്തിയിട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത്? കൊടുക്കും. ആ അല്ലേ. അല്ല ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് പിടിച്ച് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ചൂണ്ടയിടാനൊക്കെ കൊടുക്കും. അപ്പോൾ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ചോദിച്ചേട്ടൻ. അപ്പോൾ അവർ വരുന്നവർക്കെല്ലാം ചൂണ്ടയിടാനുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണ്. ഉണ്ടോ സപ്പോട്ട? നല്ല ബോൾ ടൈപ്പ് സപ്പോട്ടയാണ്. നിറച്ച് കായ്ക്കുന്ന. ഈ വർഷം ഏകദേശം 1 ക്വിൻ്റൽ കായ് വിറ്റെന്നാണ് പറഞ്ഞത്. അത്രത്തോളം ഫ്രീ ആയിട്ടും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കായ് കഴിഞ്ഞ് രണ്ടാമത്തെ വരവാണിത്. 3 ചെടിയുണ്ട്. 3 ചെടിയുണ്ട്. 3 ചെടി നല്ലോണം പിടിക്കും. നല്ല വലിപ്പമുള്ള തൈകളാണ്. നല്ലോണം പിടിക്കാൻ നല്ല കുറച്ച് നല്ല വലിപ്പമുള്ള. ഇതൊരു പുതിയ ഫ്രൂട്ടാണ് കേട്ടോ. ലെമൺ വൈൻ ഉണ്ടോ? മണ്ടയ്ക്ക് മൊത്തം ഉണ്ട്. ഇത് മൊത്തം ഇതിനകത്ത് കണ്ട് തൂങ്ങിക്കിടക്കുക. ഇത് വള്ളിയായിട്ട് വളരുന്നതാണ്. ഒരു പുതിയതായിട്ട് നമ്മൾ ആദ്യം കാണുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ മുന്തിരി കേട്ടോ. മുന്തിരിയുണ്ട്. താഴെ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ ഉള്ളിൽ പുതിയ മെത്തേഡിൽ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. ആ പോളിയോസിൽ തന്നെ ഉള്ളത് അതിനകത്ത് കൊക്കോയും ഇറക്കിയുണ്ട്. അത് ഉണങ്ങാനിട്ടിരിക്കുന്നത് അല്ലേ? അത് നമ്മൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഇതാ ഉണ്ടോ കൊക്കോ. അതിൻ്റെ ബീൻസ് പൊട്ടിച്ച് അതിനകത്ത് വിത്ത് എടുത്തിട്ട് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് ഉണക്കിയ ശേഷമാണ് ഇത് കൊടുക്കുന്നത് അല്ലേ? ഇത് പച്ചക്ക് കൊടുക്കും. ഇങ്ങനെ ഉണക്കിയിട്ട് കൊടുക്കും. ഇപ്പോൾ പോളിയോസ് ആകുമ്പോൾ ഇതിനകത്ത് മഴ പിന്നാൻ നനയത്തില്ല. ചൂട് കൂടുതലാണ്. നമ്മൾ പുറത്തുള്ളേക്കാളും ചൂട് എപ്പോഴും കൂടുതലായിരിക്കും ഇതിനകത്ത്. അടക്കയിട്ടിരിക്കണോ? 1 മാസം സാധാരണ പുറത്തിട്ട് ഉണക്കാൻ വേണമെങ്കിൽ നമ്മുടെ ഇതിനകത്താണ് 20 ദിവസം കൊണ്ട് അടക്കം ഉണങ്ങി കിട്ടും. അത്രയും ഡിഫറൻസ് വരും. അത്ര ചൂട് കൂടുതലാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇരുന്നിട്ട് നമ്മൾ പുഴുങ്ങി പോവുക. അപ്പോൾ ഇത് ഉണക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് പോളി ഹൗസ്. അപ്പോൾ ഇതാണ് കാട. കാട മുട്ടയുണ്ട്. അതിന് പൊട്ടിക്കണ്ട, പൊട്ടിപ്പോവും. ഇല്ലേ? കാടമുട്ട ജോയിച്ചേട്ടൻ എല്ലാം ചെയ്യുന്നതാണ്. ഇപ്പോൾ കാടയിൽ മാത്രം ഒതുക്കി. താഴത്തെ കൂട്ടിലാണ് കൂടുതലുള്ള. അവിടെ വേറെ ഉണ്ടല്ലേ? അല്ല ഇതിൻ്റെ താഴെ അല്ലേ? ഇത് നിറച്ചുണ്ട്. ഇപ്പം ഇത് എത്ര ശതമാനം ഉണ്ടോ? താഴത്തെ 100 മുകളിലത്തെ 10 മുട്ടയൊക്കെ വിൽക്കാനോ? മുട്ട കടയിൽ ഇവിടെ എടുക്കുന്നുണ്ടല്ലേ? 10 പാക്കറ്റാക്കിയാണ് കൊടുക്കുന്നത്. എല്ലായിടത്തും അതെ. അപ്പോൾ മുട്ട ഇതാണ്. പിന്നെ ഇത് ചേന നടാൻ വേണ്ടി എല്ലാം പാകത്തിലായിരിക്കുകയാണ് എല്ലാം. ഇതാണ് ചേന. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ ചേന മുറിക്കുന്നതും അത് നടുന്ന രീതി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മളിപ്പം ജോയിച്ചേട്ടൻ്റെ പുരയോടെ കണ്ടു. നമ്മൾ സമ്മിശ്ര കൃഷി കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് സൈഡായിട്ട് നമ്മൾ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേ. നല്ല അന്തരീക്ഷത്തിൽ നമ്മൾ ഒഴിവ് സമയങ്ങൾ നമുക്ക് വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ലൊരു ബാൽക്കണി ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ചൂടൊക്കെ കുറവാണ്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സൈഡിലൊക്കെ തേനീച്ചപ്പെട്ടികളൊക്കെ തൂക്കിയിട്ടുണ്ട്. ചെടികളൊക്കെ ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഒരു കൂളിങ്ങാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കൂളിങ്ങാണ്. കണ്ടോ? വന്നു കഴിഞ്ഞാൽ പ്രെയർ റൂമാണ്. പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂമാണ് ആകെ ഉള്ളത്. അതിൽ 2 ബെഡ്റൂം AC ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണെല്ലാം. നീറ്റായിട്ട് ബാത്റൂമുകൾ, നല്ല ബാത്റൂം, നല്ല നീറ്റായിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. കുറച്ച് വലിപ്പമുള്ളതാണ്. ഫാമിലി ബെഡ്റൂം. ഇത് AC ആണ്. AC-യുടെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല. നല്ല കൂളിംഗാണ്. ഒരു ബാത്റൂം ഇവിടെ തുണിയൊക്കെ അയൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഊൺമേശ, നല്ല ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല വലിപ്പം, ആവശ്യത്തിന് വലിപ്പമുള്ള. പിന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കിച്ചണൊക്കെ ഉണ്ട്.
ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളുള്ളതാണ്. ഗോൾഡ് ഹോം സ്റ്റേ കാറ്റഗറിയിൽപ്പെട്ടതാണ്. നല്ല എല്ലാ സർട്ടിഫിക്കറ്റുകളും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുണ്ട്. ബാക്കി നമുക്ക് ജോയി ചേട്ടനുമായിട്ട് നമുക്ക് ഒന്ന് ചോദിച്ച് എല്ലാം ചെയ്യാം. ജോയി ചേട്ടാ, ഈ നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ പേര് എന്താ കൊടുത്തിരിക്കുന്നത്? പേര് ഓർഗാനിക് വില്ലേജ് ഹോം സ്റ്റേ. ഓർഗാനിക് വില്ലേജ് ഹോം സ്റ്റേ പാലാവ് കിട്ടുന്നതാണല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പം നമ്മളിപ്പം എല്ലാവരും വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ വന്നു കഴിഞ്ഞാൽ അവർ ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യമാണോ നമ്മൾ ഉണ്ടാക്കി അവർക്ക്? രണ്ട് തരത്തിലും വരുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ വരുന്നുണ്ട്. ചിലർ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ വരുന്നുണ്ട്. ചില കമ്പനിക്കാർ വെള്ളമാരെല്ലാം അങ്ങോട്ട് വരുന്നത് അവർ തന്നെ സാധനം മേടിച്ചുകൊണ്ടുവന്നിട്ട് അവർ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നു. മൊത്തം അവരെ ഇവിടെ സ്റ്റേ ചെയ്ത് ഒരു ദിവസം സെറ്റില്ല, ഒരു ദിവസം എൻജോയ്ക്ക് വേണ്ടി വരുന്നു. അങ്ങനെ അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ട്? എന്നിട്ട് ഒരു കുഴപ്പമില്ല, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. എപ്പോഴും നല്ല ബുക്കിംഗ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ചൂട് കൂടുതലാണ്. മഴക്കാലത്ത് നമുക്ക് കൂടുതൽ ബുക്കിംഗ് വരുന്നത്. മഴക്കാലത്ത് മറ്റേ ഈ റാഫ്റ്റിംഗ് ഇല്ലേ, ആക്ടിവിറ്റീസ് ഇവിടെ മഴക്കാലം കൂടുതലുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് റൂം കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഏകദേശം ആൾ കുറവ് വരുന്നു. അപ്പോൾ നമ്മളെ ഹോം സ്റ്റേ കണ്ടു. നല്ല നമ്മുടെ കിഴക്കൻ പ്രദേശത്തെ ഉള്ളിൽ കയറി എല്ലാവിധ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കൂളിംഗ് ആയ ഒരു അവസ്ഥയാണ്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നത്, നല്ല ഒരു അന്തരീക്ഷമാണുള്ളത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് ഇവിടെ ഹോം സ്റ്റേയിൽ നമുക്കൊന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ തൊടിയിൽ നമ്മൾ എല്ലാം കുറേ കറങ്ങി കണ്ടു, പലതരം കൃഷികൾ കണ്ടു. ജോയി ചേട്ടൻ കുറേ അനുഭവങ്ങൾ പറഞ്ഞു. പിന്നെ ജോയി ചേട്ടാ, നമ്മുടെ കൃഷിക്കാരോട് ഇപ്പം പല കൃഷിക്കാരിങ്ങനെ സംശയിച്ച് കയ്യാലപ്പുറത്തെ തേങ്ങ വർദ്ധിക്കുന്ന കൃഷിക്കാരുണ്ടാവും. അത് ചെയ്യണം ഇത് ചെയ്യണം, അവരോട് എന്നാ പറയാനുണ്ട്? ജോയി ചേട്ടൻ അനുഭവം ഇത്രയും 74 വർഷത്തെ അനുഭവങ്ങൾ. കാരണം നമ്മളൊരു പുതിയ കൃഷിക്കാരൻ വരുന്നവരല്ല. ജോയി ചേട്ടൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കൃഷിയിലൂടെ വന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ തട്ടുകേടുകളൊക്കെ അറിയാം. അപ്പോൾ എന്നതാ പറയാനുള്ളത്? കൃഷി ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ലാഭകരമാക്കാം. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയും തനിമൂല ചെയ്യാൻ പാടില്ല. എല്ലാം ഇടവിളയായിട്ട് നമ്മൾ മിക്സായിട്ട് കൃഷി ചെയ്യുക. പിന്നെ പരമാവധി നമ്മളെ കൊണ്ട് തന്നെ, കൊക്കോയൊക്കെയാണെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. ജാതിക്കാണെങ്കിലും നമ്മളെ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റും. തേങ്ങായും കമ്പുമാകുമ്പോൾ നമുക്ക് തന്നെ ആദായം എടുക്കാൻ കഴിയില്ല. മറ്റാകുമ്പോൾ കുറേ നമുക്ക് പണിക്കൂലി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാവും. ഇപ്പോൾ ഏകവിള കൃഷി ഒഴിവാക്കി ബഹുവിള കൃഷി ചെയ്യുക, എങ്കിൽ മാത്രമേ കൃഷി ചെയ്യാം. പിന്നെ കുറേ നമ്മൾ സ്വന്തം പണിയെടുക്കാൻ, എല്ലാം പണിക്കാരെ മാത്രം ആശ്രയിക്കാൻ പാടില്ല. പിന്നെ വിലക്കുറവാണ് പ്രശ്നം വരുന്നത്. വിലയുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വില കുറയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. കൃഷി നഷ്ടമല്ല ഒരിക്കലും. അപ്പോൾ ജോയി ചേട്ടാ, താങ്ക് യു. നമ്മുടെ ചാനലിൽ വന്ന് കൃഷിക്കാരുമായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഇനിയും വരിക. വരും തീർച്ചയായും. പുതിയ എന്തെങ്കിലും കണങ്ങൾ പറയുക, ഞങ്ങളെല്ലാവരും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഗുഡ് ബൈ. നിങ്ങൾക്ക് നമ്മുടെ ജോയി ചേട്ടനായിട്ടുള്ള നമ്മുടെ സംഭാഷണം കേട്ട് കാണും. അനുഭവങ്ങളാണ്, റിയലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിതിനകത്ത് വളച്ചുകെട്ടുകളൊന്നുമില്ല. സ്വന്തം അനുഭവത്തിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് ജോയി ചേട്ടൻ നമ്മളോട് പങ്കുവെച്ചത്. അത് സമ്മിശ്ര കൃഷി അറിയാം. നമ്മൾ ഏകവിള കൃഷി ചെയ്യുന്നതിനേക്കാളും ലാഭകരമായിട്ട് നമുക്ക് ബഹുവിള കൃഷി, സമ്മിശ്ര കൃഷി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, ഇത്രയും തൊടിയിൽ നമ്മൾ പലതരം കൃഷികൾ കണ്ടു. അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ജോയി ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പം നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരെ വീണ്ടും കാണുന്നവരെ ബൈ.